ഗുഡ് മോർണിംഗ് ടു ഓൾ. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് സ്കീംസ് ഫോർ റെസിഡൻറ്റ് പഠിച്ചു. അതായത് ഇന്ത്യയിൽ ജനിച്ച് വളർന്നവരുടെ വേരിയസ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് സ്കീം, ഫിക്സഡ്, കറണ്ട്, സേവിങ്സ്, റിക്കറിങ്, ഈ ഡെപ്പോസിറ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഡെപ്പോസിറ്റ് സ്കീം ഫോർ ഇന്ത്യൻ എബ്രോഡ് ഓർ NRI. NRIസിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ഡെപ്പോസിറ്റ് സ്കീമാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. അതിനു മുമ്പ് NRI ആരാന്ന് നോക്കാം. An NRI ഈസ് എ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ പുറത്ത് താമസിക്കുന്നവരെയാണ് നമ്മൾ NRIs എന്ന് പറയുന്നത്. അയാൾ എന്തായിരിക്കണം? ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് ഉള്ള ആളായിരിക്കണം. ഈസ് എ സിറ്റിസൺ ഓഫ് എനി അതർ കൺട്രി അതർ ദാൻ. അയാൾക്ക് വേറെ ഏതെങ്കിലും കൺട്രിയിൽ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കണം. എക്സെപ്റ്റ് ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ. പാകിസ്ഥാനും ബംഗ്ലാദേശുള്ള ഒഴികെ ബാക്കി ഏത് രാജ്യങ്ങളിലും അയാൾക്ക് സിറ്റിസൺ ഉണ്ടായിരിക്കണം. ഹീസ് എനി ടൈം ഹെൽഡ് ഇന്ത്യൻ പാസ്പോർട്ട്. ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലുണ്ടായിട്ട് പുറത്തു പോയി താമസിക്കുന്നവർ. അതുപോലെ ഹീ ഓർ ഐദർ ഹിസ് പാരൻസ് ഓർ എനി അതർ ഹിസ് പാരൻസ് വർ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. അവരുടെ ആ വ്യക്തിയുടെ പാരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. എ പേഴ്സൺ ഈസ് എ സ്പൗസ്. NRI എന്ന് പറഞ്ഞിട്ടൊരു പേഴ്സൺ ഈസ് എ സ്പൗസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ. അതായത് ഇപ്പോൾ ഒരു ആളുടെ വൈഫ് ഇന്ത്യയിലെ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരെങ്കിലും, അതാണ് സിറ്റിസൺ ഓർ എ പേഴ്സൺ റെഫേർഡ് ടു ഇൻ എ സബ് ക്ലോസ് എബോവ്. അതായത് സ്പൗസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ. എ പേഴ്സൺ ഈസ് എ സ്പൗസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ. ഇന്ത്യൻ സിറ്റിസണിലായിരിക്കണം അയാളുടെ സ്പൗസ്. അതായത് ഇപ്പോൾ ഹസ്ബൻഡ് പുറത്താണെങ്കിൽ വൈഫ് ഇവിടെ ആയിരിക്കണം, വൈഫ് പുറത്താണെങ്കിൽ ഹസ്ബൻഡ്. അതാണ് സ്പൗസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് NRI എന്ന് പറയുന്നത്? ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സിറ്റിസൺ ആയിരിക്കണം. സിറ്റിസൺ എനി അതർ കൺട്രി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കണം. എക്സെപ്റ്റ് ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ അയാളുടെ പാരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ ഇന്ത്യയിൽ സിറ്റിസൺ എടുത്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അയാളുടെ സ്പൗസ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇത്രയും പേഴ്സൺസിനെയാണ് നമ്മൾ NRIs എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡെപ്പോസിറ്റ് സ്കീംസുകൾ നോക്കാം. രണ്ട് തരത്തിലുള്ള സ്കീംസ് ഉണ്ട്. റുപ്പി അക്കൗണ്ട്സും ഫോറിൻ കറൻസി അക്കൗണ്ട്സും. റുപ്പി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ റുപ്പി അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. റുപ്പി അക്കൗണ്ട്സ് നമുക്ക് ആദ്യം നോക്കാം. ദീസ് ടൈപ്പ് ഓഫ് റുപ്പി അക്കൗണ്ട്സ് ആർ അലൗഡ് ഫോർ നോൺ റെസിഡൻസ് അക്കൗണ്ട്സ്. അതായത് നോൺ റെസിഡൻറ്റ് പേഴ്സൺസിനാണ് ഈ റുപ്പി അക്കൗണ്ട്സ് അലൗ ചെയ്തേക്കുന്നത്. ഇതിൽ 3 ടൈപ്പാണ് വരുന്നത്. NRO, NRE, NRR. നമുക്കിത് ഓരോന്ന് ഡീറ്റെയിലേക്ക് പഠിക്കാം. NRE എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് നമ്മൾ പറഞ്ഞു റുപ്പി അക്കൗണ്ട്സ് എല്ലാം ഇന്ത്യൻ റുപ്പിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം റുപ്പി അക്കൗണ്ട്സിലുള്ളതാണ് NRO, NRE, NRR. ഇതിൽ NRO ആണ്. ഇത് ആദ്യം നമ്മൾ നോക്കുന്നത് NRE ആണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിലേക്കും? ഇന്ത്യൻ റുപ്പിയിൽ. അതാണ് പറയുന്നത് ഫണ്ട്സ് ആർ ഇൻ NRI അക്കൗണ്ട് ആർ മെയിൻറ്റെയിൻ ഇൻ ഇന്ത്യൻ റുപ്പീസ്. അത് ഫിക്സഡ് ഡെപ്പോസിറ്റോ സേവിങ് ഡെപ്പോസിറ്റോ കറണ്ട് ഡെപ്പോസിറ്റോ ഏതിലായിട്ട് വേണമെങ്കിലും നമുക്ക് NRE അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 year ആണ്. പിന്നെ ഇതിൽ പറയുന്നത് ഈ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് NRIക്ക് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ NRE അക്കൗണ്ട് ആരാണോ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത് ആ പേഴ്സണ് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരാൾക്കും ആ അക്കൗണ്ട്സിൽ ഡെപ്പോസിറ്റ് ചെയ്യാനോ വിത്ഡ്രോ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതാണ് പറയുന്നത് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് ഓൺലി ബൈ ദി NRI ഹിംസെൽഫ് ആൻഡ് നോട്ട് ത്രൂ ദ ഹോൾഡർ ഓഫ് ദി പവർ ഓഫ് അട്രോണമി. പവർ ഓഫ് അട്രോണമി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ NRE അക്കൗണ്ടിലില്ല. ആരാണോ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്തേക്കുന്നത് അയാൾക്ക് തന്നെ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും വിത്ഡ്രോ ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനുള്ള പവറുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഈ NRI അക്കൗണ്ടിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത് ടാക്സിന്ന് എക്സംപ്റ്റഡ് ആണ്. The interest earned on deposit in an NRI account is exempted from tax.
ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി NRI. NRIയുടെ കയ്യിൽ ഇത് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഫണ്ട്സ് ക്യാൻ ബി റിപ്പാട്രിക്കേറ്റഡ് ഫ്രം ആൻ NRE അക്കൗണ്ട്. അതായത് NRE അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യാം. ദിസ് മീൻസ് ദാറ്റ് ദ ഫണ്ട്സ് ക്യാൻ ബി ഫ്രീലി സെൻഡ് ടു എനി അതർ കൺട്രി. നമുക്ക് ഈ NRI അക്കൗണ്ടിൽ ഇട്ടേക്കുന്ന ഫണ്ട് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നെക്സ്റ്റ്, ആൻ NRI അക്കൗണ്ട് ക്യാൻ കണ്ടെയ്ൻ ഫണ്ട് റിമിറ്റഡ് ഫ്രം എബ്രോഡ് ഓർ ഒബ്റ്റെയിൻ ഫ്രം അനദർ NRE ഓർ FCNR അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ നിന്ന് ഫ്രം എബ്രോഡിൽ നിന്ന് വന്നതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വന്നതോ അങ്ങനെ എല്ലാ ഫണ്ടുകളും നമ്മുടെ NRE അക്കൗണ്ടിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ്, ഫണ്ട് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം ആൻ NRI അക്കൗണ്ട് ടു NRO അക്കൗണ്ട് വിത്തൗട്ട് എനി റിസ്ട്രിക്ഷൻ. നമ്മൾ NRO അക്കൗണ്ട് പഠിക്കാൻ പോകുന്നുള്ളൂ. ഈ NRE അക്കൗണ്ടിൽ നിന്ന് NRO അക്കൗണ്ടിലേക്ക് ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു തരത്തിലുള്ള റിസ്ട്രിക്ഷൻസും ഇല്ല. നെക്സ്റ്റ് പറയുന്നത് ദ NRE അക്കൗണ്ട് ക്യാൻ ബി ഹെൽഡ് ജോയിൻ്റ്ലി. അതായത് പ്രൊവൈഡ് ദ അതർ പേഴ്സൺ ഈസ് ഓൾസോ ആൻ NRI. അതായത് ജോയിൻ്റായിട്ട് ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. പക്ഷേ ആ ജോയിൻ്റായിട്ട് ഏർപ്പെടുത്തുന്ന വ്യക്തിയും എന്തായിരിക്കണം? NRIക്കാരനായിരിക്കണം. നെക്സ്റ്റ്, നോമിനേഷൻസ് ആർ അലൗഡ് ഫോർ NRI അക്കൗണ്ട്. ഇപ്പം നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അയാൾക്ക് തന്നെ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് നോമിനിയായിട്ട് ഇയാളുടെ കാലശേഷം വേറെ ആർക്കെങ്കിലും അങ്ങനെ നോമിനീനെ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഏതിലുണ്ട്? NRE അക്കൗണ്ടിലുണ്ട്. നെക്സ്റ്റ്, എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് NRE അക്കൗണ്ട്? ഫസ്റ്റ് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ലെസ്സാണ്. ഏതിൽ? NRE അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് റേറ്റ് ലെസ്സാണ്. നെക്സ്റ്റ്, ബാലൻസ് ഇൻ ദ NRE അക്കൗണ്ട് ഹെൽഡ് ഇൻ Indian rupees ആൻഡ് ദസ് എക്സ്പോസ്ഡ് ടു എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻ. നമ്മൾ പറഞ്ഞു ഫോറിൻ കറൻസിനെ നമ്മൾ റുപ്പി അക്കൗണ്ടിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക? ഇന്ത്യൻ കറൻസിയിൽ അല്ലേ? അപ്പം ഫോറിൻ കറൻസിനെ ഇന്ത്യൻ കറൻസി ആക്കുമ്പോൾ വരുന്ന ഫ്ലക്ച്വേഷൻസ് അത് NRE അക്കൗണ്ടിനെ അഫക്റ്റ് ചെയ്യും. അതാണ് പറയുന്നത് ബാലൻസസ് ഇൻ NRE അക്കൗണ്ട് ഹെൽഡ് ഇൻ Indian rupees ആർ ദസ് എക്സ്പോസ്ഡ് ടു എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻസ് റിസ്ക്. എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന ഫ്ലക്ച്വേഷൻസ് അതിൻ്റെ റിസ്കിന് ഏത് അക്കൗണ്ട് ബാധകമാണ്? NRE അക്കൗണ്ട്. അപ്പം നമ്മൾ റുപ്പി അക്കൗണ്ട്സാണ് ഇപ്പോൾ ആദ്യം പഠിക്കുന്നത്. റുപ്പി അക്കൗണ്ട്സ് 3ആയിട്ട് തിരിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? NRE, NRO, NR 3ആയിട്ടാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് റുപ്പിയിൽ തന്നെയായിരിക്കും ആ ഫണ്ട് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലായിരിക്കും ഫണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അതിൽ NRE അക്കൗണ്ട് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് NRO. ഇതും എന്താണ് പ്രത്യേകത? ഇത് ഇന്ത്യൻ റുപ്പിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഈ ഫോറിൻ കറൻസിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇന്ത്യൻ കറൻസി. അതാണ് ഇതിൽ ചെയ്യുന്നത്. NRO അക്കൗണ്ട് ആർ ഓൾസോ കോൾഡ് റുപ്പി ഡൊമിനേറ്റഡ് അക്കൗണ്ട്സ്. ദിസ് മീൻസ് ദാറ്റ് ഫോറിൻ കറൻസി ഈസ് കൺവേർട്ടഡ് ടു എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇന്ത്യൻ റുപ്പി. കാരണം ഇത് ഇന്ത്യയിൽ റുപ്പിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അറ്റ് ദി പ്രിവെയിലിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് വെൻ ദ മണി ഈസ് ഡെപ്പോസിറ്റ് ഇൻ ടു ആൻ അക്കൗണ്ട്. നെക്സ്റ്റ്, എന്തൊക്കെയാണ് NRO അക്കൗണ്ടിൽ വെക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജസ്? അത് നമ്മൾ NRE അക്കൗണ്ടിൽ നേരത്തെ പഠിച്ചത് NRE, ഇതിപ്പോൾ പഠിക്കുന്നത് NRO. NRE പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. NROയിൽ NREനെ വെച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജസ്. ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ഡെപ്പോസിറ്റ് ഇൻ NRO അക്കൗണ്ട് ഈസ് ഹൈ കമ്പാരിറ്റീവ്ലി. NRE അക്കൗണ്ടിനേക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് ഇതിൽ NRO അക്കൗണ്ടിൽ. നെക്സ്റ്റ്, NRO അക്കൗണ്ട് ക്യാൻ ബി ഹെൽഡ് ജോയിൻ്റ്ലി വിത്ത് അനദർ NRI. നമുക്ക് വേറെ ഏതെങ്കിലും NRIക്കാരുമായിട്ട് ജോയിൻ്റ് ആയിട്ട് ചെയ്യാം വിത്ത് എ റെസിഡൻറ്റ് ഇന്ത്യൻ. മറ്റേതിൽ എങ്ങനെയായിരിക്കണം? NROയിൽ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞത് NRI തന്നെയായിരിക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ റെസിഡൻ്റ് ആണെങ്കിലും നമുക്ക് ജോയിൻ്റ് ആയിട്ട് NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് നോമിനേഷൻ. നമ്മൾ NREയിൽ പറഞ്ഞ പോലെ തന്നെ NROയിലും നോമിനേഷൻസ് അലൗ ചെയ്യുന്നുണ്ട്. ഇതിൽ NRE NRO തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ NREയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒട്ടുമില്ല. NREയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്, NROയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. പിന്നെ പറയുന്നത് ജോയിൻ്റ് എടുക്കുമ്പോൾ ഇന്ത്യൻ റെസിഡൻറ്റിനെ വേണമെങ്കിൽ എടുക്കാം, NREയിൽ അത് പറ്റില്ല.
നെക്സ്റ്റ് രണ്ടിലുള്ള കോമൺ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ നോമിനേഷൻസ് അലൗഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് NRO അക്കൗണ്ട്. നമ്മൾ NRE അക്കൗണ്ട് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു നമുക്ക് ഫണ്ട് ഈസി ആയിട്ട് വിത്തൗട്ട് റെസ്ട്രിക്ഷൻ നമുക്ക് NROയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന്. പക്ഷേ ഫണ്ട് കനോട്ട് ബി റിപ്പാട്രിക്ട് ഫ്രം ദി NRO അക്കൗണ്ട്. NRO അക്കൗണ്ടിൽ NREയുടെ അത്ര ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എമൗണ്ട്. പിന്നെ NRO അക്കൗണ്ട് ക്യാൻ ഓൺലി കണ്ടെയ്ൻ ഫണ്ട് റിസീവ്ഡ് ഫ്രം വിത്തിൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ മാത്രമേ, ഇന്ത്യയിലേക്ക് വരുന്നത് മാത്രമേ അതിൽ വരുള്ളൂ. ഫണ്ട്സ് ക്യാനോട്ട് ബി ട്രാൻസ്ഫർഡ് ഫ്രം NRO അക്കൗണ്ട് ടു NROന്ന് NREയിലേക്ക് വിടാൻ പറ്റില്ല. പക്ഷേ NREന്ന് NROയിലേക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇൻട്രസ്റ്റ് റേറ്റ് ഏൺഡ് ഓൺ ഡെപ്പോസിറ്റ് ഇൻ NRO അക്കൗണ്ട്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ടാക്സബിൾ ആണ്. അതാണ് വേറെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ട്ടാ. ഈ ഇൻട്രസ്റ്റ് റേറ്റ് മറ്റേതിലെങ്ങനെ NREയിൽ അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് ടാക്സിൽ നിന്ന്. NRO വരുമ്പോൾ അത് ടാക്സ് ഇൻക്ലൂഡഡാണ്, ടാക്സ് പേ ചെയ്യണം. അപ്പോൾ ഇതാണ് NRO അക്കൗണ്ട്, അതായത് നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്. നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് റേറ്റിന്, അതായത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് ടാക്സബിളാണ്. നെക്സ്റ്റ് പറയുന്നത് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. മറ്റേതിൽ ഈസി ആയിട്ട് NROയിലേക്ക്, NREന്ന് NROയ്ക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ NROന്ന് അത്ര ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നോമിനേഷൻസ് അലൗ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, മറ്റേ NREനേക്കാളും കൂടുതലാണ് ഇതിൽ NROയിൽ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ NRO അക്കൗണ്ടിൽ പഠിച്ചത്. NRO അക്കൗണ്ട് നമ്മുടെ ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് NRO അക്കൗണ്ട് നമ്മൾ ഇന്ത്യൻ റുപ്പീസിലാണ് മെയിൻറ്റെയിൻ ചെയ്യുക. NRO, NRE, NA ആണ് നമ്മൾ അടുത്തത് പഠിക്കാം. NR ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോണത്. നോൺ റെസിഡൻറ്റ് റുപ്പി ഡെപ്പോസിറ്റ് സ്കീം. നോൺ റെസിഡൻറ്റ് റുപ്പി ഡെപ്പോസിറ്റ് സ്കീമിൽ വരുമ്പോൾ അണ്ടർ ദി സ്കീംസ് അക്കൗണ്ട്സ് ആർ ഓപ്പൺഡ് ഇൻ ഇന്ത്യൻ റുപ്പിയിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് വിത്ത് ദി ഓതറൈസ്ഡ് ഡീലർ ബൈ റിമിറ്റിംഗ് ഫണ്ട് ഇൻ ഫ്രീലി കൺവെർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച് ഫ്രം അബോർഡ്. അതായത് ഫ്രീലി കൺവെർട്ടബിൾ ചെയ്യണം, അതായത് ഫ്രീ ആയിട്ട് കൺവെർട്ട് ചെയ്യണം ഫോറിൻ എക്സ്ചേഞ്ച് ഫ്രം അബോർഡ് ഓർ ബൈ ട്രാൻസ്ഫർ ഫ്രം ദി എക്സിസ്റ്റിംഗ്. അതായത് ഇന്ത്യൻ റുപ്പിക്ക് ഫുള്ളി ആയിട്ട് കൺവെർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ NR അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ വരുന്നത് ഓൺലി ടേം ഡെപ്പോസിറ്റ് ആർ ആക്സെപ്റ്റഡ് അണ്ടർ ദി സിസ്റ്റം. നമ്മൾക്ക് പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു ടേം ഡെപ്പോസിറ്റിന് പറയുന്ന വേറൊരു പേരാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇതിലാകെ ഫിക്സഡ് ഡെപ്പോസിറ്റ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. അപ്പോൾ നോക്കാം, NR അക്കൗണ്ട് അണ്ടർ ദി സ്കീംസ് accounts are to be opened in Indian rupees with the authorized dealers by remitting funds in freely convertible. ഫുള്ളി ആയിട്ട് കൺവെർട്ട് ചെയ്യണം, ഫുള്ളി ആയിട്ട് കൺവെർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പീസിലേക്ക് ആക്കണം. From abroad or by transfer from the existing non-resident external accounts. Next, foreign currency accounts. Foreign currency accounts ഫസ്റ്റത്തെ വരുന്നത് ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ NRE ആയാലും NRO ആയാലും പിന്നെ NR ആയാലും അത് ഇന്ത്യൻ റുപ്പിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ അടുത്തതാണ് പഠിക്കുന്നത് ഫോറിൻ കറൻസി അക്കൗണ്ട്സ്. അത് ഇന്ത്യൻ റുപ്പിയിലല്ല, ഫോറിൻ കറൻസിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക. അതിൽ ആദ്യത്തെയാണ് ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട്, FCNR. ഈ FCNRൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഡൊമിനേറ്റഡ് ഇൻ ഫോറിൻ കറൻസി. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ അതൊക്കെ ഇന്ത്യൻ കറൻസികളായിരുന്നു. റുപ്പി അക്കൗണ്ട്സൊക്കെ ഇന്ത്യൻ കറൻസി ആയിരുന്നു. പിന്നെ ഫോറിൻ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അത് ഫോറിൻ കറൻസിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഫണ്ട്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ സോഴ്സ് എവിടെ നിന്നായിരിക്കും, എബ്രോഡിൽ നിന്ന് തന്നെയായിരിക്കണം. അത് ഫോറിൻ കറൻസിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ FCNR അക്കൗണ്ടിൻ്റെ അഡ്വാൻറ്റേജസ്? ഇതിൽ പ്രിൻസിപ്പൽ എമൗണ്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എമൗണ്ടും നമുക്ക് ഫുള്ളി റിപ്പാട്രിബിൾ ആണ്, അതായത് ഫുള്ളി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഏൺഡ് ഓൺ മണി ഇൻ FCR അക്കൗണ്ട് ഈസ് നോട്ട് ടാക്സബിൾ. ഇന്ത്യയിൽ ഈ FCNR ടാക്സബിൾ അല്ല. പക്ഷേ ഏത് രാജ്യത്ത് കറൻസിയാണോ നമ്മൾ കിട്ടുന്നത് ആ രാജ്യത്ത് എമൗണ്ടിന് ഇത് ടാക്സബിളാണ്. ഇന്ത്യയിൽ ഇന്ത്യക്കാർ അതിന് ടാക്സ് ഇടയില്ല. പക്ഷെ ഏത് രാജ്യത്താണോ ഇത് ഫണ്ട് വന്നത് ആ രാജ്യത്ത് അത് ടാക്സബിളാണ്. നെക്സ്റ്റ് പറയുന്നത് FCNR അക്കൗണ്ട് ഡു നോട്ട് ക്യാരി എനി ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഓർ ഫ്ലക്ച്വേഷൻസ്. എന്തുകൊണ്ടാണ്? ഫോറിൻ കറൻസി എന്ന് പറയുന്നത് ആ ഫോറിൻ കറൻസി ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റേതിൽ എങ്ങനെയാണ്? ഫോറിൻ കറൻസി ഇന്ത്യൻ റുപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എന്താ ഫ്ലക്ച്വേഷൻസ് ഒക്കെ അതിനെ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് FCNRൻ്റെ എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? ഇൻട്രസ്റ്റ് റേറ്റ് ലെസ്സാണ്. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജസ്. ഇൻട്രസ്റ്റ് റേറ്റ് FCNRന് ഇൻട്രസ്റ്റ് റേറ്റ് തീരെ കുറവായിരിക്കും. പിന്നെ റെസിഡൻറ്റ് ഇന്ത്യൻസ് കനോട്ട് ബി ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഇൻ FCNR അക്കൗണ്ട്. അതായത് ഇന്ത്യയിൽ റെസിഡൻറ്റ് ചെയ്യുന്നവർക്ക് ഈ FCNR അക്കൗണ്ടിൽ ജോയിൻ്റ് അക്കൗണ്ടിൽ ചേരാൻ പറ്റില്ല. നെക്സ്റ്റ് സേവിങ് അക്കൗണ്ട് ഓപ്ഷൻ ഈസ് നോട്ട് അലൗഡ്. നമ്മൾ പറഞ്ഞു FCNR അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സേവിങ് ഡെപ്പോസിറ്റാണ് വരുന്നത്. അതിൽ സേവിങ് ഡെപ്പോസിറ്റ് ഇല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റാണ് വരുന്നത്. ഓൺലി ടേം ഡെപ്പോസിറ്റ് ഷുഡ് ബി ഓപ്പൺ. ഞാൻ പറഞ്ഞില്ലേ ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റാണ്.